ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ ഔട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞ് ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ ഔട്ടിങ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ മീറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്, ഞാനും അമ്മും അവരും. പക്ഷേ ഈ ഹസ്ബൻഡും ഫ്രണ്ട്സൊക്കെ നേരത്തെ കണ്ട് ഫ്രണ്ട്സ് ആയതാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. ഇത് തങ്കുക്കുട്ടിയാണ്. അപ്പോൾ ട്രെയിനിലാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ കുഞ്ഞൊരു സ്ലൈഡ്, അതുപോലെ തന്നെ ഒരു വണ്ടിയുടെ ഒരു ഇത്. അപ്പോൾ പാരൻസിനെ ബുദ്ധിമുട്ടിപ്പിക്കില്ലല്ലോ കുട്ടികൾ. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ അമ്മും തങ്കും കൂട്ടായിട്ടോ. പിന്നെ സ്ലൈഡിൽ കളിപ്പിക്കലും കൂടി ആയപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അമ്മു ചേച്ചി ഇല്ലാണ്ട് പിന്നെ ഒന്നും ഇല്ലാണ്ടായി തങ്കും ശരിക്കും എൻജോയ് ചെയ്യാണ് ട്രെയിനിൽ സ്ലൈഡിലൊക്കെ കളിച്ച്. പിന്നെ ഇറങ്ങുമ്പോഴാണെങ്കിൽ അടുത്ത ട്രെയിനിലുണ്ടോ, ഇനി എപ്പോഴാണ് പാർക്കിൽ കളിക്കാൻ പറ്റുക എന്നാണ് അമ്മുവിൻ്റെ അല്ല തങ്കുവിൻ്റെ സംശയം. അങ്ങനെ 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയപ്പോഴത്തെ കാഴ്ചതേ ഇതാണ്, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്നു. സ്റ്റൈൽ നമുക്ക് അറിയില്ലല്ലോ. രാവിലെ പറഞ്ഞായിരുന്നു മാളവിക ഭയങ്കര ഇതാണ്. രണ്ട് വലിയ യൂട്യൂബർമാരൊക്കെ. ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സുള്ള വലിയ യൂട്യൂബർ. നല്ല ഭംഗിയുണ്ടല്ലേ ഈ മഞ്ഞ് കാണാൻ. പക്ഷെ ഭയങ്കര ഹാർഡായി കിടക്കുകയാണ് കേട്ടോ. നമുക്ക് എടുക്കാനൊന്നും പറ്റുന്നില്ല, അത്രയും ഹാർഡായിട്ട് കിടക്കുകയാണ് കേട്ടോ ഈ മഞ്ഞ്. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ മുകളിൽ കുറച്ചിങ്ങനെ ക്രിസ്റ്റലായിട്ട് കുറച്ച് കിടപ്പുണ്ട്. അത് മാത്രം നമുക്കിങ്ങനെ കൈവച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ നടക്കുന്ന വഴി കണ്ടോ, വെള്ളം ഐസായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും തല അടിച്ച് വീഴും. അപ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാണ് കേട്ടോ നടക്കുന്നത്. അതുപോലെ ഷൂസ് ആണെങ്കിലും ഇങ്ങനെ സ്നോയിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഷൂസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വീഴും. വീഴല്ലേട്ടോ അമ്മ, വീഴല്ലേ. ഇതൊക്കെ പക്ക ക്രിസ്റ്റൽസ് നോക്കിയേ. എന്തോ അയ്യോ
നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ആക്ടിവിറ്റി ചെയ്യാനാണ് കേട്ടോ. ഒരു ക്ലബിൻ്റെ അണ്ടറിലാണ് നമ്മൾ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ കുറേ ആൾക്കാർ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് സ്ലെഡ്ജിങ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്ലെഡ്ജിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ സ്കീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. നമ്മൾ പോയ ദിവസം അവിടെ സ്കീയിങ്ങിൻ്റെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവർ. സ്കീയിങ്ങിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും സ്കീ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെയും സ്കീ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് മുകളിലോട്ട് റോപ്പ് വേ ഉണ്ട് കേട്ടോ. അപ്പോൾ കേബിൾ കാർ അതിലാണ് പോകുന്നത്. അപ്പം നമുക്കും കേബിൾ കാറിൽ തന്നെയാണ് പോകാനുള്ളത്. അപ്പോൾ സ്കീ ചെയ്തിട്ട് ആൾക്കാർ അവരുടെ ഫിനിഷിംഗ് പോയിന്റിലെത്തി. അപ്പോൾ നമുക്ക് സ്ലെഡ്ജിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇത്. ഓൾറെഡി ഇരുന്ന് തന്നെ നമ്മളത് സ്ലെഡ്ജിങ്ങിനുള്ള സംഭവമൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മുടെ സ്ലെഡ്ജിങ് ആണ്. വലിയ സ്ലോ പോയത് 2 കാലും പുറത്ത് വെച്ചിട്ട് അവര് പറയില്ല കാല് ഉള്ളിൽ വെക്കണത്. ഉള്ളിൽ വെച്ചാൽ ഭയങ്കര സ്പീഡ് പോകും. കാലിങ്ങനെ പുറത്ത് വെച്ച ഒരു ബ്രേക്ക് പോലെ പോയാൽ ഒരു കുഴപ്പമില്ല. 2 കാലും പുറത്തിട്ടിട്ട് പക്ഷെ കാല് സ്ലഡ്ജിന്റെ അടിയിൽ പെടാതെ നോക്കണം. സൈഡ് കുറച്ചൊന്ന് വൈഡാക്കി. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരിത് കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ എല്ലാം പഠിപ്പിച്ച് തന്നിരിക്കുകയാണ്. എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടത് എങ്ങനെയാണ് സംഭവം എന്ന്. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ട് പോകുമ്പോഴുള്ള വ്യൂ ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി വ്യൂ ആ. They are very nice, these flowers. Yeah, I like. അങ്ങനെ ഫൈനലി നമ്മൾ മുകളിലെത്തിയിട്ടോ. സ്ലെഡ്ജ് ചെയ്യാനുള്ള സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നല്ല പേടിയുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം എങ്ങനെ ചെയ്യുന്നറിയില്ല, നല്ല പേടിയുണ്ട്. എന്നാലും ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ച് പോവുകയാണ് സ്ലെഡ്ജിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നമ്മുടെ ക്ലബിൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. അപ്പം നമ്മളത് അവിടെ എത്തി. വീഡിയോക്ക് ഭംഗിയത് അങ്ങനെ ഇവിടെ നമ്മൾ നമ്മുടെ സാഹസിക യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ് പോയിന്റ് ഫസ്റ്റ് ഒന്ന് തുടങ്ങാൻ കുറച്ചൊരു പാടുണ്ട്. മീൻസ് അവിടെ ഇങ്ങനെ നിരപ്പായ സ്ഥലമായതുകൊണ്ട് ഫസ്റ്റ് നമ്മളിങ്ങനെ കാല് വെച്ച് തൊഴിഞ്ഞ് വേണ്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ ഇറക്കമാകുമ്പോൾ പിന്നെ സുഖമായിട്ട് പൊക്കോളും കേട്ടോ. അപ്പോൾ തുടക്കം കുറച്ചൊരു ഭാഗം ഒന്ന് കാല് വെച്ച് തുഴഞ്ഞു പോകണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. എന്താണെങ്കിലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കൈവച്ചും കാല് വെച്ചും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും തിരിക്കാനും. ബ്രേക്കിലുണ്ടെങ്കിൽ നമ്മുടെ 2 കാല് വെച്ചിട്ട് തന്നെ വേണം. പക്ഷെ തിരിക്കാനൊക്കെ സൂപ്പറായിരുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് ഈ സ്ലെഡ്ജ് ചെയ്യാൻ മൊത്തം 7 കിലോമീറ്ററാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ സമയം പോയതേ നമ്മൾ അറിഞ്ഞില്ല. അടിപൊളിയായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്കിങ്ങനെ ഇടയ്ക്ക് നിർത്താനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെയും കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നിരപ്പായ സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നവർ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ കുറച്ച് നേരം നിന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഇവിടുന്ന് പോയി. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആണ്, ഒന്നും പറയാനില്ല. ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. ചില സമയത്ത് ഇങ്ങനെ ഹമ്പ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞു കുഴിയൊക്കെ. അപ്പോൾ നമ്മൾ അതിൽ വീണിട്ട് ഇങ്ങനെ പൊങ്ങി പിന്നെയും വന്ന് അങ്ങോട്ട് വീഴും. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു.
സ്പീഡ് പോട്ടെ ഓട്ടങ്ങട്. അമ്മേ അവൻ അന്നുള്ളൂ, ബ്രേക്ക് കിട്ടോ. അമ്മ അന്നുണ്ട്. സമയം നിർത്തിയ പതിയെ നിർത്തിയേ. ടാറ്റ കാണിച്ചോ. അങ്ങനെ ഫൈനലി നമ്മുടെ സ്ലെഡ്ജിങ് ഒക്കെ കഴിഞ്ഞ് താഴെ എത്തിയിട്ടോ. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ, ഭയങ്കര എന്ന് വെച്ചാൽ ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മുടെ സ്ലെഡ്ജിങ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഫുഡ്. അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് സ്ലെഡ്ജിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉച്ചയായിട്ടോ, 12:30-1 മണി ആ സമയമൊക്കെ ആയി. അങ്ങനെ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ക്ലബ്ബുകാർക്ക് ഫുള്ളായിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ നമ്മൾ ഫസ്റ്റ് എത്തി, ബാക്കിയുള്ളവർ കുറച്ചുകൂടി ലേറ്റായിട്ടാണ് വന്നപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതേ നമ്മളിനി ഫുഡ് പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് അമ്മുവിൻ്റെ ഫുഡായിരുന്നു കേട്ടോ. അമ്മു എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫോണ്ടോ ആണ് കേട്ടോ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും പിന്നെ ബാക്കി കുറച്ച് പേരൊക്കെ കൂടെ ഫോണ്ടോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫോണ്ടു. ഇങ്ങനൊരു ബൗളിനകത്ത് ചീസ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു താഴെ തീയുള്ള കുറച്ച് ഫ്ലെയിംസ് ഉള്ള ഒരു സ്റ്റൗവിൻ്റെ മുകളിലാണ് ഇത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ചീസ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രെഡ്, പൊട്ടറ്റോ, മീറ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മീറ്റ്, അങ്ങനെ പല ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഈ ചീസിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമ്മളത് കഴിക്കുക. ഇതാണ് ഫോണ്ടു കേട്ടോ. അപ്പോൾ സൂപ്പറായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പല വെറൈറ്റി ഉണ്ട്, ഇതെന്താണെങ്കിലും എനിക്കിഷ്ടമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. ഫുഡ് കഴിച്ച് പിന്നെ വയറ് ഫുള്ളായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് ഉറങ്ങിയാൽ മതിയെന്നായി. എന്താണെങ്കിലും ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ, വീട്ടിലെത്തണമല്ലോ. പക്ഷെ അപ്പോൾ എല്ലാവർക്കും സ്ലെഡ്ജിങ് ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാനും മാളവികയും പോയില്ല, ഞങ്ങൾ ടയേർഡായി. അപ്പോൾ ബാക്കി എല്ലാവരും പോയി. ഏറ്റവും പോകാൻ ആഗ്രഹം നമ്മുടെ തങ്കുക്കുഞ്ഞിനായിരുന്നു കേട്ടോ. ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയില്ല. ബാക്കി എല്ലാവരും ഒരു പ്രാവശ്യവും കൂടെ സ്ലെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് ഇതേ പോവുകയാണ്. ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം നമുക്ക് വേറൊരു